ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുഞ്ഞൂസ് വ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് മീൻ വെറൈറ്റി ആയിട്ട് ഒരു മസാലയൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. ഇതിനു വേണ്ടി നമ്മൾ എടുത്തേക്കുന്ന സിലോപ്പിയാണ് നന്നാക്കി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ വരഞ്ഞും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് വെളുത്തുള്ളിയാണ്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാന്താരി മുളക്, അതൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം, എരിവ് കൂടി പോകരുതല്ലോ. പിന്നെ കുറച്ച് കറിവേപ്പില ഫ്രഷായി ഇട്ട് കൊടുത്തു. പിന്നെ ഒരു വറ്റൽമുളക്, പിന്നെ കുറച്ച് മല്ലി, പച്ചമല്ലിയാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കാശ്മീരി മുളക് പൊടി, കുരുമുളക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുരുമുളക് ചേർത്താൽ മതി, പച്ച കുരുമുളക് ഇടുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി, പിന്നെ പെരുംജീരകം. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. പിന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് മീൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. സിലോപ്പി വരഞ്ഞു വച്ചിരിക്കുന്നതാണ്. ആ മസാല നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ. ശരിക്കും അത് തേച്ച് നല്ല രീതിയിൽ ഈ മീനിൽ അത് പിടിച്ച് കിട്ടണം. എല്ലാ സൈഡിലും ഒക്കെ പിടിപ്പിച്ച് എടുക്കണം. പിന്നെ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത് നല്ലതാണ്. ഒരു അരമണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെക്കുക. അതല്ലെങ്കിൽ നമ്മൾ പുറത്ത് തന്നെ വെച്ചതിന് ശേഷം കുക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും പിടിപ്പിച്ച് നല്ല രീതിയിൽ മസാല തേച്ച് കൊടുക്കണം. അതിനുശേഷം മാത്രമാണ് നമ്മളിത് ഫ്രൈ ചെയ്യുന്ന കേസിലേക്ക് നോക്കാൻ പോകുള്ളൂ. ഇത് കുറച്ച് നേരം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് കൂടി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ പിടിച്ച് കഴിഞ്ഞ മസാല അത് മീനിലേക്ക് പിടിച്ചാൽ മാത്രമാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അതാണ് നന്നായിട്ട് തേച്ച് കൊടുക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രയും മസാല നന്നായിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ നമ്മൾ മസാല തേച്ച് കൊടുക്കണം കേട്ടോ. അപ്പോൾ തേച്ച് കൊടുത്ത് നമ്മൾ എടുക്കുക. പിന്നെ ഈ മീനാണ് കേട്ടോ, അതിൻ്റെ ബാലൻസ് കാണിച്ചു തന്നു എന്നേ ഉള്ളൂ. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ആ പാൻ നന്നായിട്ട് ചൂടായി വരണം. നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. ആ ഒരു ഓയിലിൽ നമ്മളിത് പ്രിപ്പയർ ചെയ്തെടുത്താലാണ് ഇതിന് നമ്മൾ ഉദ്ദേശിച്ച ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ നന്നായി മുളക് തേച്ച് വെച്ചിരുന്ന ആ ഒരു മീനാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലപോലെ എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് ആ എണ്ണയിലേക്ക് നമ്മുടെ മീനെ ഇട്ട് കൊടുക്കാം. എപ്പോഴും മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കുറച്ചൊരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് ഇടുക. ഇല്ലെങ്കിൽ പെട്ടെന്നത് കരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് കുക്കായി കിട്ടും. അതിൻ്റെ മുകളിൽ ഞാൻ ഒരു 3-4 അല്ലി കറിവേപ്പില ഇതുപോലെ വച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വച്ച് കൊടുത്ത് അതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ആയി വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ മറിച്ചിടാൻ പോവുകയാണ്. അപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്നുണ്ട്, നോക്കി വേണം ചെയ്യാൻ. അപ്പോൾ ഇത് മറിച്ചിട്ടിട്ടുണ്ട്. ഏകദേശം ഈ ഒരു പരുവത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ മീൻ. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ഇതിൻ്റെ മുകളിലേക്കും ഇതുപോലെ വച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ. സാധാ നമ്മൾ എണ്ണ ഒഴിച്ച് കഴിയുമ്പോൾ എണ്ണയിലേക്കാണ് കറിവേപ്പില ഇട്ട് കൊടുക്കാറ്. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻ ഫ്രൈ കിട്ടും. ഇതുപോലെയാണ് മസാല നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഉറപ്പാണ് 100% ഈ ഒരു റെസിപ്പി നമ്മൾ ഒരിക്കലും നമ്മുടെ വായിൽ നിന്ന് ഇതിൻ്റെ രുചി പോകില്ല. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ പറയുന്നതാണോ സത്യം, അതെയോ ശരിക്കും സത്യമാണോ എന്നറിയണമെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്താൽ മാത്രമാണ് അറിയുള്ളൂ. അതുകൊണ്ട് ഇതുപോലത്തെ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി കൂട്ടുകാരുണ്ട്. അവർക്കെല്ലാവർക്കും ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി സ്നേഹമുണ്ട് കേട്ടോ അവരോടൊക്കെയും. അതുപോലെ തന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക എന്ന് കൂടി ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്തൊന്ന് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കുകയും ചെയ്യരുത്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഞാൻ പറയുന്ന പോലെ റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോയിൽ നമുക്ക് ഇനിയും കാണാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത കൊച്ചു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും നന്നായിരിക്കട്ടെ എന്ന പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ അടുത്ത വീഡിയോയിൽ കാണാം.